നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമരത്തിന്റെ തീഷ്ണതയിൽ കിട്ടിയ മെഡലെല്ലാം കണ്ണീരോടെ ഗംഗയിൽ ഒഴുക്കാനായി നിന്ന വിനേഷ് ഫോഗട്ടിന്റെ രൂപമാണ് എല്ലാ ആരാധകരുടെയും മനസ്സിൽ. അതിൽ നിന്ന് പിന്മാറണമെന്ന് എല്ലാവരും അപേക്ഷിച്ചു. അവസാനം വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ളവർ അതിൽ നിന്ന് പിന്മാറി. പക്ഷേ അത് അറം പറ്റിയതുപോലെയായി. ഇപ്പോൾ സ്വർണ്ണ മെഡലിന്റെ വക്കിൽ നിന്നാണ് വെള്ളി പോലും കിട്ടാതെ തിരികെ വരുന്നത്. ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഭാര കൂടുതലിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടതിനെതിരെ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയും തള്ളി. ഇതോടെ വെള്ളി മെഡലെങ്കിലും നേടാമെന്ന വിനേഷിന്റെയും ഇന്ത്യയുടെയും സ്വപ്നം പൊലിഞ്ഞു. കോടതിയുടെ വിശദമായ വിധി പിന്നീട് വരും. ഒളിമ്പിക്സിലെ വനിതാ വിഭാഗം 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി ഫൈനലിന് മുമ്പ് നടത്തിയ പതിവ് ഭാരപരിശോധനയിലായിരുന്നു വിനേഷ് ഫോഗട്ടിന് 100 ഗ്രാം അധിക ഭാരമുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്നാണ് വിനേഷിനെ അയോഗ്യയാക്കിയത്. ഇതോടെ സെമിയിൽ വിനേഷിനോട് തോറ്റ ക്യൂബൻ താരം യുസ്നെലിസ് ഗുസ്മാൻ ലോപ്പസ് ഫൈനലിൽ അമേരിക്കൻ താരം സാറ ഹിൽഡർ ബ്രാൻഡിനോട് മത്സരിച്ചു. ക്യൂബൻ താരം വെള്ളി നേടിയപ്പോൾ ക്വാർട്ടറിൽ വിനേഷിനോട് തോറ്റ ജപ്പാൻ താരം മത്സരിച്ച് വെങ്കലവും സ്വന്തമാക്കി. അയോഗ്യയാക്കപ്പെട്ടതോടെ വിനേഷിന്റെ പേര് 50 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചവരിൽ അവസാന സ്ഥാനത്താണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഫൈനൽ വരെ എത്തിയതിനാൽ വെള്ളി മെഡൽ നൽകണമെന്നായിരുന്നു വിനേഷിന്റെ ആവശ്യം. വിനേഷിന്റെ അപ്പീലിനെ അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ കോടതിയിൽ ശക്തമായി എതിർത്തു. വാദത്തിനിടെ ഫെഡറേഷൻ കോടതിയിൽ ആവർത്തിച്ചു പറഞ്ഞത് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ട് മാത്രമല്ല മറ്റു പല താരങ്ങളും ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടിട്ടുണ്ടെന്നും എല്ലാവർക്കും ഒരേ നീതി ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്നും വിനേഷ് ഫോഗട്ടിന് മാത്രമായി ഒരു ഇളവ് അനുവദിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു. നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് എന്നും ഫെഡറേഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കൂടുതൽ മെഡൽ കിട്ടാത്തതിന് പിന്നിൽ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധങ്ങൾ വലിയ പങ്കുവഹിച്ചതായി ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സഞ്ജയ് സിംഗ് പറഞ്ഞു. പാരീസിലെ ഇന്ത്യയുടെ സാധാരണ പ്രകടനത്തിന് കാരണം ഗുസ്തിക്കാർ ഉൾപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു വർഷത്തിലധികം നീണ്ട പ്രതിഷേധങ്ങൾ കാരണം താരങ്ങൾക്ക് ഒളിമ്പിക്സിന് ഒരുങ്ങാനായില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു കോണിലൂടെ നോക്കിയാൽ 14 മുതൽ 15 മാസത്തോളം നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾ ഗുസ്തി രംഗത്തെ മുഴുവൻ അസ്വസ്ഥപ്പെടുത്തി. ഒരു വിഭാഗം ഒഴിച്ച് മറ്റു വിഭാഗങ്ങളിലെ ഗുസ്തിക്കാർ ദേശീയ അന്തർദേശീയ ടൂർണമെന്റുകളിൽ അല്ലാതെ പരിശീലനത്തിന് കഴിയാതെ പ്രയാസപ്പെട്ടു. അതിനാൽ ഗുസ്തിക്കാർക്ക് മികച്ച പ്രകടനം നടത്താനായില്ല എന്നും സഞ്ജയ് സിംഗ് ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു. ഇന്ത്യ 6 ഗുസ്തി താരങ്ങളെയാണ് പാരീസിലേക്ക് അയച്ചത്. എന്നാൽ 57 കിലോഗ്രാം കാറ്റഗറിയിൽ അമൻ ഷെറാവത്ത് മാത്രമാണ് മെഡൽ നേടിയത്. അമന്റെ കന്നി ഒളിമ്പിക്സ് മെഡലാണിത്. 50 കിലോഗ്രാം വിഭാഗത്തിൽ വിനേഷ് ഫോഗട്ട് ഫൈനലിൽ എത്തിയെങ്കിലും 100 ഗ്രാം അധിക ഭാരം കണ്ടെത്തിയതിനെ തുടർന്ന് അയോഗ്യയായി. അൻഷു മാലിക്, ഋതിക ഹൂഡ, നിഷ ദഹിയ, അന്തിം പങ്കൽ എന്നിവരെല്ലാം മെഡൽ നേടുന്നതിൽ പരാജയപ്പെട്ടു. വിനേഷ് ഫോഗട്ട്, ബജ്രംഗ് പുനിയ, സാക്ഷി മാലിക് എന്നിവരായിരുന്നു മുൻ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷണെതിരെ പ്രതിഷേധവുമായി എത്തിയവരിൽ മുൻനിരയിലുണ്ടായിരുന്നത്. ബ്രിജ്ഭൂഷണെ മാറ്റി സഞ്ജയ് സിംഗിനെ തലസ്ഥാനത്തേക്ക് നിയമിച്ചതിൽ പ്രതിഷേധിച്ച് സാക്ഷി മാലിക് ഗുസ്തിയിൽ നിന്ന് വിരമിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.